നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ മുഖമുദ്ര തന്നെ സ്ട്രെസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. ആധുനിക ലോകം സ്ട്രെസ്സിന് അടിമപ്പെട്ട് ജീവിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്ട്രെസ്സിൻ്റേതായ ലോകത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഡിപ്രഷനില്ലാത്ത, സെലിബ്രിറ്റികളില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ പ്രിമേച്വർലി ഓൾഡായിക്കൊണ്ടിരിക്കുന്നു. സ്ട്രെസ് നമ്മളെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്നുള്ള മോചനം? നോക്കൂ, നമ്മൾ ഒറ്റയ്ക്ക് ഈ ലോകത്തേക്ക് വരുന്നു. നമ്മൾ തനിയെ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് സ്വത്ത് അല്ലെങ്കിൽ വെൽത്ത് നമ്മൾ അമാസ് ചെയ്യുന്നു, ശേഖരിച്ച് കൂട്ടിവെക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഡിസയേഴ്സ് നമ്മളെ കാർന്നു തിന്നുന്നു. നമ്മൾ ചെറിയ കുട്ടികളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. നോക്കൂ, ഇതിൽ നിന്നുള്ള പോംവഴി എന്ത്? സ്ട്രെസ് എങ്ങനെ നമ്മൾ ഇന്ന് അകറ്റി നിർത്താം? ദൈവത്തിന് സമർപ്പിക്കുക. ദൈവത്തിന് മുന്നിൽ നമ്മൾ സറണ്ടർ ചെയ്യുക. മഹാനായ അലക്സാണ്ടർ പറഞ്ഞ പോലെ, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ 2 കൈകളും ശവമഞ്ചത്തിൽ നിന്ന് പുറത്തേക്ക് ഇടണം, കൈകൾ തുറന്നിടണം. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്. നോക്കൂ, ചെറിയ കുട്ടികൾ ജനിക്കുമ്പോൾ കൈകൾ 2ഉം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാണ് ജനിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് കൈ 2ഉം തുറന്നിടുകയാണ്. ചെറിയ കുട്ടികൾ കൈ അമർത്തിപ്പിടിക്കുന്നത് അവർ എന്തെല്ലാമോ കൊണ്ടുവന്നു. അവരുടെ കൈകളിൽ എന്തെല്ലാമോ ഉണ്ട്. ആഹ്ലാദത്തിൻ്റേതായ, സന്തോഷത്തിൻ്റേതായ ഒരു ലോകത്തേക്ക് നമ്മൾക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നു അവർ. മരിച്ചു പോകുമ്പോൾ ആ കൈകൾ തുറക്കുന്നു. തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഒഴിഞ്ഞ കൈയോടെ നമ്മൾ പോകുന്നു. ഈ തിയറി സ്ട്രെസ്സിൻ്റേതായ ലോകത്തിൽ നമ്മൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ദൈവത്തിൽ അർപ്പിക്കുക. ദൈവം നമ്മളുടെ ഈ ലോകത്തിൻ്റെ വൈമാനികനാണ്, അല്ലെങ്കിൽ ഡ്രൈവറാണ്. ദൈവം നമ്മളെ സുരക്ഷിത കരങ്ങളിൽ ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ബസ്സിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മൾ മുഴുവൻ പ്രതീക്ഷയും ആ ബസ് ഡ്രൈവറിൽ കൊടുക്കുന്നു. നമ്മൾ എത്ര റിലാക്സ്ഡായിട്ടാണ് ബസ്സിലിരിക്കുന്നത്. നമ്മൾ പുസ്തകം വായിക്കുന്നു, നമ്മൾ കളിച്ചിരി തമാശകൾ പറയുന്നു. എത്ര ആത്മാർത്ഥമായിട്ടാണ്, മുഴുവൻ മനസ്സോടെയാണ് നമ്മൾ ആ ഡ്രൈവറിൽ നമ്മൾ പ്രതീക്ഷകൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ചില സമയങ്ങളിൽ നമ്മളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ വരുന്നു. ഒരു ബസ്സിൻ്റെ ഡ്രൈവറിൽ നമ്മൾ എത്രത്തോളം പ്രതീക്ഷകൾ കൊടുക്കുന്നു, അതേപോലെ ഈ ലോകത്തിൻ്റെ ക്യാപ്റ്റനായ, ഈ ലോകത്തിൻ്റെ വൈമാനികനായ ദൈവത്തിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഭദ്രമാണ്. അദ്ദേഹം കറക്റ്റായിട്ട് നമ്മളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കും. പിന്നെ എന്തിനാണ് സ്ട്രെസ്? എന്തിനാണ് സമ്മർദ്ദം? ദൈവത്തിൽ അർപ്പിക്കുക. ദൈവത്തിന് സറണ്ടർ ചെയ്യുക. അദ്ദേഹം നമ്മളെ സുരക്ഷിത കരങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണ്. അദ്ദേഹം നമ്മളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കും. പിന്നെ എന്തിനാണ് സ്ട്രെസ്? പിന്നെ എന്തിനാണ് നമ്മൾ ഒരുപാട് സമ്മർദ്ദത്തിനടിമപ്പെട്ട് ജീവിക്കുന്നത്?